സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയില്ലെങ്കിൽ കേരളം ഇതുവരെ കാണാത്ത സമരത്തിന് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആ പോലീസുകാർ കാക്കിയിട്ട് ഇനി വീണ്ടും പുറത്തിറങ്ങില്ല. സർക്കാർ പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു. സുജിത്തിനെ കുന്നംകുളത്തെ വീട്ടിലെത്തി സന്ദർശിച്ചതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഇത്രയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ACPയുടെ റിപ്പോർട്ടുണ്ട്. ACP ഈ വീഡിയോ കണ്ടതിന് ശേഷം പൊതുസമൂഹം കണ്ടിട്ടില്ലല്ലോ, നമ്മളാരും കണ്ടിട്ടില്ല, പക്ഷെ പോലീസ് കണ്ടിട്ടുണ്ട്. താങ്കൾ ചോദിച്ചതുപോലെ ACP റിപ്പോർട്ട് അത് കണ്ട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിട്ട് പോലും അതാണ് പോലീസിനെ നയിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ്. ആ ഉപജാപക സംഘമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നത്. എന്തു വൃത്തികേട് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളത് അത് ഇതോടുകൂടി അവസാനിക്കണം. അതോടുകൂടി ഈ മോനായിരിക്കണം അവസാനത്തെ ഇര. ഇനി ഒരു ഇര ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല. സർക്കാർ ഇതിനകത്ത് നേരത്തെ എടുത്ത സ്റ്റാൻഡ് തന്നെയാണ്. നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കോൺഗ്രസ് തീരുമാനിക്കാൻ. അവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല അവരാരും, ഒരു സംശയം വേണ്ട. സുജിത്തിനെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കും എന്നാണ്. നടപടി ഇല്ലെങ്കിൽ നടപടി എടുക്കുന്നതിൽ വീഴ്ച വരുത്തിയാലൊക്കെ സർക്കാരിനെതിരെ പോലീസിനെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കും. അത് ഉറപ്പിച്ച് പറയുകയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞതിലെ കൂടുതൽ വിവരങ്ങൾ. ധന്യ, തീർച്ചയായും അല്പസമയം മുമ്പാണ് സുജിത്തിന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് എത്തിയത്. അദ്ദേഹം സുജിത്തിനെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വളരെ ഗൗരവമേറിയ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിലവിൽ കോൺഗ്രസ് സാധാരണഗതിയിൽ ഒരു സമരങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഈ കേസിനകത്ത് കൃത്യമായൊരു നടപടി ഇല്ലെങ്കിൽ ഇതുവരെ കാണാത്ത തരത്തിലേക്ക് കോൺഗ്രസ് സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കൃത്യമായി ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ പോലീസുകാർ ഇനി നടപടിയില്ലെങ്കിൽ ഇവർ കാക്കിയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു വലിയ സമര പോരാട്ടമായി കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ് പ്രതിപക്ഷ നേതാവ് നൽകുന്നത്. അദ്ദേഹം പറയുന്നത് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ അവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ ഈ സംഭവം, ഈ കേസ് അതിന് അവസാനമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു പ്രതിപക്ഷ നേതാവ്. ഇനി ഇത്തരത്തിൽ ഒരു സംഭവം ആർക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് കൂടി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു സംഭവത്തിൽ ഒരു പൊതുവികാരം കൂടി ഉണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നൊരു പൊതുവികാരം മൊത്തത്തിൽ ഉണ്ട്. ആ വികാരം കൂടി കണക്കിലെടുത്ത് ഇതിനെ വലിയ തരത്തിലുള്ള ഒരു സമര പോരാട്ടങ്ങളിലേക്ക് നയിക്കാൻ തന്നെയാണ് കോൺഗ്രസ് നീങ്ങുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരുന്നു സമരങ്ങൾ നടത്തിയിരുന്നത്. നേരത്തെ ഈ പോലീസ് എസ് ഐയുടെ വീട്ടിലേക്ക്, മലപ്പുറത്ത് വീട്ടിലേക്ക് നടത്തി. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇന്ന് DIG ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തി. ഈ സമരം ഇനി കോൺഗ്രസ് കൂടി ഏറ്റെടുക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വി ഡി സതീശൻ്റെ ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇനി ഇതിനകത്ത് നടപടി എടുക്കാതിരിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ദൃശ്യങ്ങളടക്കം പുറത്തു വന്നൊരു സാഹചര്യമുണ്ട്. ഇതിനകത്ത് DIG നേരത്തെ ഇവർക്കെതിരെ നടപടി എടുത്തിരുന്നു, അവരുടെ സ്ഥലം മാറ്റിയിരുന്നു, അവരുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെല്ലാം പ്രതിപക്ഷ നേതാവ് കാര്യത്തിൽ പറഞ്ഞത് അത് നോക്കിക്കാണാമെന്നുള്ളതാണ്. അത്തരത്തിലൊരു നിലപാടിനപ്പുറത്തേക്ക് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങണം എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് കോൺഗ്രസ് നൽകുന്നത്. അങ്ങനെ പോയില്ല എങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. ധന്യ. ശരി ജംഷീർ.